മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് അരുൾ ചെയ്യുക, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നശിക്കാതിരിക്കണമെങ്കിൽ, ജീവിതത്തിലേക്ക് കൂടുതൽ ദൈവകൃപകൾ ഒഴുകണമെങ്കിൽ, ഈ ഭൂമിയിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും ആർക്കും എടുത്തുമാറ്റപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഐശ്വര്യവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ മാനസാന്തരത്തിന്റെ ജീവിതമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്താ? നന്മയുടെ, സത്യത്തിന്റെ, സ്നേഹത്തിന്റെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ ഒരു ജീവിതമാണ്. ഫലങ്ങളാ. ഇതിന് തക്ക വിധത്തിലുള്ള ഫലങ്ങളാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ഒരു ചെറിയ തിന്മ പോലും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ എത്രമാത്രം പരിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ അത്രമാത്രം പരിശുദ്ധിയോടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അധ്വാനങ്ങളിലേക്കൊക്കെ ഒഴുകുകയുള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം പലപ്പോഴും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. കർത്താവെ, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പോകുന്ന വഴികളിൽ അങ്ങയുടെ സംരക്ഷണം ഇവർക്കുണ്ടായിരിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മയുടെ അരൂപികളെയും, പൈശാചിക ശക്തികളെയും, നാശശക്തികളെയും, ദുർശക്തികളെയും ഈ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എല്ലാ തിന്മകളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.